ഇന്നൊരു പായസക്കഥയാണ് കേട്ടോ. അല്ല, ഒരു പിറന്നാൾ പായസക്കഥ. അതെ, എന്റെ ചിന്നുവിന്റെ പിറന്നാളാണെന്ന്. ഇത്തവണത്തെ പിറന്നാളിന് ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ചിന്നുവിന്റെ ആദ്യത്തെ പിറന്നാൾ. അല്ലെങ്കിലും എനിക്ക് ഈ സർപ്രൈസുകൾ കൊടുക്കാൻ തീരെ കഴിവില്ലാത്തതുകൊണ്ട് ഇന്നലെ രാത്രി വളരെ നോർമലായിട്ട് ചെറിയൊരു കേക്ക് കട്ട് ചെയ്ത് പരിപാടി അങ്ങ് ഒതുക്കി. അതുകൊണ്ട് ഇന്ന് ദേ ചിന്നു പുറത്തു പോയിട്ട് വരുന്ന സമയം കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പാലട പായസം ഉണ്ടാക്കാനാണ് ഉദ്ദേശം. കൂടെ എന്റെ പിറന്നാളുകാരിയെ പറ്റി കുറച്ച് പറയാനുമുണ്ട്. ആദ്യം നമുക്ക് 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതവിടെ കിടന്ന് തിളക്കട്ടെ. ചിന്നുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 2018 എറണാകുളത്ത് വെച്ചിട്ടാണ്. സത്യം പറയാലോ, ആദ്യ കാഴ്ചയിൽ തന്നെ കക്ഷി എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. പിന്നെ ഏകദേശം 3 മാസത്തോളം പുറകെ നടന്ന് ഇഷ്ടമാണെന്ന് പറയിപ്പിച്ച് 8 വർഷത്തോളം പ്രണയിച്ച് ഒടുവിൽ 9 മാസം മുന്നേ കല്യാണം കഴിച്ച് ജീവിതത്തിൽ കൂടെ കൂട്ടിയതാണ് ഞാൻ ചിന്നുവിനെ. അപ്പോൾ ദേ വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 200 ഗ്രാം അട ഇട്ട് കൊടുത്തിട്ട് ഒരു വട്ടം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അട പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാൻ മറക്കണ്ട. എന്നിട്ട് ദേ അടി കട്ടിയുള്ള ഒരു ഉരുളിയിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് ഒന്ന് നിരത്തി കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ ഉരുക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1.5 ലിറ്റർ പാലൊഴിച്ച് 1/4 ഭാഗമായിട്ട് പാലിനെ വറ്റിച്ചെടുക്കാം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? കല്യാണം. അങ്ങനെ ജീവിതത്തിൽ ഞാൻ നേടിയതിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള എന്റെ സ്വന്തം ചിന്നുവിന് ഇന്ന് 1 വയസ്സ് കൂടെ കൂടുകയാണ്. പക്ഷെ കക്ഷി ഇപ്പോഴും സ്വഭാവം കൊണ്ടൊരു കുഞ്ഞു കുട്ടിയാണ്. എന്നോട് പലരും ചോദിക്കാറുള്ളതാണ്, സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണോ ശരിക്കുമുള്ള ശ്രീവിദ്യ എന്ന്. സത്യം പറഞ്ഞാൽ ആ കാണുന്ന ശ്രീവിദ്യയാണ് ശരിക്കുമുള്ളതിനേക്കാൾ ഭേദമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദേ നമ്മുടെ പാലിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് കഴുകി വെച്ചിരിക്കുന്ന അട ചേർത്ത് ആവശ്യത്തിന് കുറുക്കിയെടുക്കാം. എന്നിട്ട് അല്പം ഏലയ്ക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് പാകമാകുന്നതുവരെ ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. എന്നിട്ട് ദേ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്ത് പായസത്തിലേക്ക് ചേർക്കാം. ദേ നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. ആഹാ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പിറന്നാളുകാരി എത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ഞാൻ എന്റെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഏക വ്യക്തി എന്റെ ചിന്നുവാണ്. എന്റെ എല്ലാ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും എന്നെ ചേർത്ത് പിടിക്കുന്ന എന്റെ ഭാര്യ. ഞാൻ ഉണ്ടാക്കിയ ഈ പായസത്തിനേക്കാൾ മധുരവും അതിനേക്കാളും ഉപരി എന്റെ ജീവിതത്തിൽ മധുരം മാത്രം നൽകിയിട്ടുള്ള എന്റെ സ്വന്തം ചിന്നുവിന് 1000 പിറന്നാൾ ആശംസകൾ. ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ ഒരുമിച്ച് എന്റെ ഭാര്യയായി, നമുക്ക് ജനിക്കാൻ പോകുന്ന പിള്ളേരുടെ അച്ഛനും അമ്മയുമായി, പിന്നീട് അവരുടെ കുഞ്ഞുങ്ങളുടെ അപ്പൂപ്പനും അമ്മുമ്മയുമായി നമുക്കിങ്ങനെ സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റട്ടെ. സന്തോഷം കൊണ്ടാകുമല്ലേ ഇത് ഡബ് ചെയ്യുമ്പോൾ എന്റെ കണ്ണ് ചെറുതായിട്ട് നിറയുന്നത്. അടുത്ത കഥയുമായി ഉടനെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.